ഹായ് ഗൈസ്, പവിത്രം പ്രമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അച്ഛനെ കാണാതായതിൽ ശ്രീകാര്യം ശ്രീനിവാസനോ അതോ വാസവനോ പങ്കുണ്ടോ എന്നറിയാൻ വേദ നേരെ ശ്രീകാര്യം ശ്രീനിവാസന്റെ അടുക്കൽ ചെല്ലുന്നു. അന്നേരം അവിടെ ശ്രീനിവാസനും ഭാര്യ സുധയും ഉണ്ടായിരുന്നു. വേദ അവരോട് പറയുന്നത് ഒന്നുകിൽ വിക്രത്തിന്റെ ശത്രുക്കൾ, അല്ലെങ്കിൽ എന്ന് മുഴുമിപ്പിക്കാനാവാതെ ശ്രീനിവാസനെ നോക്കുന്നുണ്ട് വേദ. വേദയുടെ നോട്ടത്തിന്റെ അർത്ഥം രണ്ടുപേർക്കും മനസ്സിലാവുന്നു. വിക്രമാണെങ്കിലും നേരെ വർക്ക്ഷോപ്പിൽ പോയി സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്, ഞാൻ ആ വാസവന്റെ വീട്ടിലേക്ക് നേരിട്ട് കയറി ചെന്നാലോ എന്ന്. അതിന് രാജൻ സമ്മതിക്കുന്നില്ല. അരുത് വിക്രം, എല്ലാവരോടും കളിക്കുന്നത് പോലെ അയ്യപ്പസ്വാമിയോട് കളിക്കരുത് എന്ന്. അത് കേട്ട് തൽക്കാലം വിക്രം ശാന്തനായി. കമലയാണെങ്കിൽ ഭഗവാനോട് പൂജാ റൂമിൽ കരഞ്ഞുകൊണ്ട് തൊഴുകയോടെ പ്രാർത്ഥിക്കുന്നത് കാണാം. അച്ഛനോടൊപ്പം ഈ വീട്ടിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കണമെന്ന് ഒരുപാട് സ്വപ്നം കണ്ടു. ഇപ്പോൾ എല്ലാം പോയി എന്ന് വിക്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രീജയും വിഷുവും കരയുന്നുണ്ട്. ആലോചിച്ചു കൊണ്ടിരിക്കുന്ന റൂമിലിരിക്കുന്ന വിക്രത്തിന്റെ അരികിലേക്ക് വേദ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. കമല കട്ടിലിരുന്ന് പഴയ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കല് ചോര വാർന്ന ഗർഭം അലസിപ്പോകുമെന്നുള്ള ഘട്ടം വരെ വന്നു. ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് ഗർഭത്തിൽ വെച്ച് മരിച്ചു പോകുമായിരുന്ന കുഞ്ഞിനെ ദിവസങ്ങളോളം നടന്ന് മല കയറി വീണ്ടെടുത്തൊരു അച്ഛനു വേണ്ടി കൂടിയാണ് അവൻ ഇത്തവണ മല ചവിട്ടുന്നതെങ്കിൽ എൻ്റെ മാഷ് അവൻ മലയ്ക്ക് പോകും മുമ്പ് തീർച്ചയായും തിരിച്ചെത്തിയിരിക്കും എന്ന് പറഞ്ഞ് കമല പൊട്ടിക്കരയുന്നു. കമലയെ ശ്രീജയും അപ്പുമോളും ആശ്വസിപ്പിക്കുന്നുണ്ട്. വിക്രമും കരയുന്നു. സ്വാമിയേ ശരണമയ്യപ്പ എന്നുള്ള ശരണം വിളികൾ ഉയർന്നു കേൾക്കുന്നു. തീർച്ചയായും അയ്യപ്പസ്വാമി ഇവരുടെ കണ്ണുനീരിന് ഒരു ആശ്വാസമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് പ്രമോ റിവ്യൂ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.